തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള പൂരം പ്രദർശനം നടക്കുന്ന സ്ഥലത്തിന്റെ വാടക ഉയർത്തിയതിനെതിരെ പ്രത്യക്ഷ സമരവുമായി കോൺഗ്രസ്. പൂരം നടത്തിപ്പിലെ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാണ് ആവശ്യം. ടി.എൻ. പ്രതാപൻ എം.പിയുടെ നേതൃത്വത്തിൽ രാപകൽ സമരം പുരോഗമിക്കുകയാണ്. സമരവുമായി മുന്നോട്ട് പോവുകയാണ് അവർ. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഗുഡ് മോർണിംഗ് സൂരജ്. വലിയ തിരക്ക് ഉള്ള വാർത്തകൾ ഒരുപാട് വരുന്ന ദിവസങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇതിപ്പോൾ ഈ പൂരം ആയിട്ട് ബന്ധപ്പെട്ട് അത് തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് മാത്രമല്ല, മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായി തന്നെയാണ് പൂരത്തെ സമീപിക്കുക. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ പോയാൽ, ഈ സ്ഥലവാടക കൂടിക്കഴിഞ്ഞാൽ അത് ചെലവേറും എന്നുള്ളത് തന്നെയാകാം ഈ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നത്. എന്താണ് ഇവർ ആവശ്യപ്പെടുന്നത്? ക്രിസ്റ്റീന, സ്മിത, ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വാടകയെ സംബന്ധിച്ച കാര്യം അത് ചർച്ചകൾ ചൂടേറുകയാണ്. അല്ലെങ്കിൽ അതിനൊരു രാഷ്ട്രീയ മാനത്തിലേക്ക് ഈ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. അത്തരത്തിലാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. BJP ആണ് ഈ സംഭവം ആദ്യമായി ഏറ്റെടുക്കുന്നത്. തൊട്ടു പിന്നാലെ കോൺഗ്രസ് ഇപ്പോൾ ഒരു പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നു. അതും ടി.എൻ. പ്രതാപൻ MP തന്നെ മുന്നിൽ നിന്ന് നയിക്കുന്ന രാപകൽ സമരം അത് പുരോഗമിക്കുകയാണ്. അതിന്റെ സമാപനം ഇന്ന് നടക്കും. രമേശ് ചെന്നിത്തല ആണ് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഇന്നലെ കെ. മുരളീധരൻ MP സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രൂക്ഷ വിമർശനമാണ് സർക്കാരിനെയും കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെയും നടത്തിയത്. കാരണം ഈ വിമർശനങ്ങളെല്ലാം ഉയരാനുള്ള കാരണം കഴിഞ്ഞ വർഷം വരെ 40 ലക്ഷം രൂപയായിരുന്നു, ഈ 40 ലക്ഷത്തിലധികം രൂപയായിരുന്നു ഈ തറവാടകയായി ഈടാക്കിയിരുന്നത്. അത് ഒറ്റയടിക്ക് 2 കോടിയിലധികം രൂപയായി ഉയർത്തുന്നു. ഇതാണ് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയത്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളെ സംബന്ധിച്ച് ഇവർ പറയുന്നത് ഈ പൂരത്തിന്റെ ഏറിയ പങ്കും ചെലവും വഹിക്കുന്നത് ഈ ഇരു ദേവസ്വങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ബാധ്യത തങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ദേവസ്വങ്ങൾ പറയുന്നത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് 2 ദേവസ്വങ്ങളും സംയുക്തമായി യോഗം ചേർന്നുകൊണ്ട് ഈ പൂരം നടത്തിപ്പ് ചടങ്ങുകൾ മാത്രമാക്കി നടത്തേണ്ടി വരുമെന്ന് ഒരു പ്രമേയം പാസാക്കിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസും BJPയും അടക്കം ഇതൊരു പൊളിറ്റിക്കൽ വിഷയമായി ഉയർത്തിക്കാട്ടുകയും പിന്നാലെ കോൺഗ്രസ് എന്തായാലും ഇപ്പോൾ പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇവർ പറയുന്നത് ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ നവകേരള സദസ്സിന് പിന്നാലെ ദേവസ്വം മന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം 24നോട് ഈ കാര്യം പറയുകയുമുണ്ടായി. സമവായത്തിന് വേണ്ടി സർക്കാർ ഇടപെടും എന്നുള്ളതാണ് ദേവസ്വം മന്ത്രി പറഞ്ഞത്. എന്തായാലും ഈ സംഭവം രാഷ്ട്രീയ വിഷയമായി ജില്ലയിൽ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ക്രിസ്റ്റീന, സ്മിത. ശരി, താങ്ക് യു. സൂരജ് സജിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.